കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു സംശയമാണ്. അത് ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാമിൻ്റെ റിസൾട്ട് ഒരാഴ്ച മുമ്പ് പുറത്തു വന്നു. അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു സംശയമാണ്, ഈ വർഷം സപ്ലിമെൻ്ററി എക്സാം നേരത്തെ നടത്തുമോ? അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാവുന്നതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പല വിദ്യാർത്ഥികളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് വന്നപ്പോൾ മുതൽ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതായ ഒരു സംശയമാണ്, ഈ വർഷം സപ്ലിമെൻ്ററി പരീക്ഷ നേരത്തെ നടത്തുമോയെന്ന്. അപ്പോൾ സാധാരണ ഇത് നമ്മൾ നോക്കുമ്പോൾ 3 വർഷ ഡിഗ്രികളുടെ കാര്യം എടുക്കുമ്പോൾ ഏത് സെമസ്റ്റർ പരീക്ഷ, ഇപ്പോൾ 1 to 6 സെമസ്റ്റർ പരീക്ഷയിൽ ഏതെങ്കിലും ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് സപ്ലി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രമാണ് അത് എഴുതിയെടുക്കാൻ സാധിക്കുക. അതായത് ഏതെങ്കിലും ഒരു സെമസ്റ്റർ പരീക്ഷകളിൽ നിങ്ങൾക്ക് സപ്ലി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രം എഴുതിയെടുക്കാനാണ് നിലവിലെ നിയമം ഉള്ളൂ. അതായത് നിലവിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നിയമവും പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ അത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെമസ്റ്റർ പരീക്ഷയിൽ സപ്ലി എക്സാം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രമാണ് എഴുതിയെടുക്കാൻ സാധിക്കുക. എന്നാൽ 4 ഇയർ വിദ്യാർത്ഥികൾക്ക് 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തും എന്നൊരു തീരുമാനം കേരളത്തിലെ പ്രധാന സർവകലാശാലകളായ കണ്ണൂർ സർവകലാശാല, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അത് MG യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി എന്നീ യൂണിവേഴ്സിറ്റികൾക്കുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പുതിയൊരു സർക്കുലർ നിലവിലുണ്ട്. അതായത് 4 ഇയർ വിദ്യാർത്ഥികൾക്ക് 45 ദിവസത്തിനകം സപ്ലിമെൻ്ററി പരീക്ഷ നടത്തണം. എന്നാൽ ഈ തീരുമാനം 3 വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും വേണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. ഇതിനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ വിദ്യാർത്ഥികളോട് പറഞ്ഞിരുന്നത്, നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷാ കൺട്രോളർക്ക് ഉൾപ്പെടെ മെമ്മോറാൻഡം ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കി അയക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് 5ാം സെമസ്റ്റർ പരീക്ഷയിൽ സപ്ലി വന്ന വിദ്യാർത്ഥികളായിരിക്കുമല്ലോ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു വർഷം നിലവിലെ നിയമപ്രകാരം പ്രൊസീജിയർ പോവുകയാണെങ്കിൽ നിങ്ങൾക്കിനി സപ്ലിമെൻ്ററി എക്സാം എപ്പോഴായിരിക്കും? നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം അടുത്ത വർഷം മാത്രമാണ് ഉണ്ടാകുക. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഒരു വർഷം പോകുമെന്നുള്ളത് എന്തായാലും ഉറപ്പായ കാര്യമാണ്. കാരണം നിങ്ങൾ ഈ വർഷം ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങേണ്ടവരായിരുന്നു. എന്നാൽ 5ാം സെമസ്റ്റർ പരീക്ഷയിൽ സപ്ലി വന്നു. നിങ്ങൾക്കിനി നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രമാണ് എഴുതാൻ സാധിക്കുക. ഇനിയിപ്പോൾ അടുത്ത പരീക്ഷ വരിക അടുത്ത നവംബറിലൊക്കെ ആയിരിക്കും. എന്തായാലും അടുത്ത ഓഡ് സെമസ്റ്റർ പരീക്ഷകളായ 1, 3, 5 സെമസ്റ്റർ പരീക്ഷ വരിക. ഇതിലേതെങ്കിലും 1 ആയാലും 3 ആയാലും 5 ആയാലും ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ 5ാം സെമസ്റ്ററിൻ്റെ കാര്യം മാത്രമാണെന്നില്ല, 1, 3 ഏതെങ്കിലും സെമസ്റ്ററിൽ നിങ്ങൾക്ക് സപ്ലി ഉണ്ടെങ്കിൽ, ഈ 3 നിങ്ങൾക്ക് സപ്ലി ഉള്ളതെങ്കിൽ നിങ്ങൾക്കിനി അടുത്ത നവംബറോ ഡിസംബറോ വരെ കാത്തിരിക്കേണ്ടി വരും. എന്നാൽ മാത്രമാണ് പരീക്ഷ വിളിക്കുക 3 വർഷ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ. എന്നാൽ നിങ്ങൾക്ക് 2, 4 സെമസ്റ്ററുകളിലൊക്കെയാണ് നിങ്ങൾക്ക് സപ്ലി. 2, 4, 6 സെമസ്റ്ററുകളിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 2, 4, 6 സെമസ്റ്ററുകളിലാണ് സപ്ലി എക്സാം. ഈവൻ സെമസ്റ്റർ പരീക്ഷകളിലാണ് നിങ്ങൾക്ക് സപ്ലി എക്സാം ഉള്ളതെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഈ വരുന്ന മാർച്ച് മാസം എന്ത് ചെയ്യാൻ പോവുകയാണ്? മാർച്ച് അല്ലെങ്കിൽ ഏപ്രിലൊക്കെ ആയിട്ട് എന്ത് ചെയ്യും? ഈ 3 പരീക്ഷകൾ എന്ത് ചെയ്യും? 2, 4, 6 സെമസ്റ്റർ പരീക്ഷ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂണൊക്കെ ആയിട്ട് എന്ത് ചെയ്യും? നടക്കും. ജൂണൊന്നും പോവുകയില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ, അത് മെയ് പോലും പോകില്ല. ചിലപ്പോൾ കൂടിപ്പോയാൽ മെയ്യിലേക്ക് അത്രയും പോവുള്ളൂ. 6ാം സെമസ്റ്റർ പരീക്ഷ എന്തായാലും 6ാം സെമസ്റ്ററിൽ ആ സപ്ലി ഉള്ളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ പരീക്ഷ എന്തായാലും മാർച്ച് തന്നെ നടത്തും. എന്നാൽ 5ാം സെമസ്റ്ററിൻ്റെ കാര്യം നമ്മൾ എടുക്കുമ്പോൾ നിങ്ങൾക്കിനി അടുത്ത വർഷം നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രമാണ് എഴുതിയെടുക്കാൻ സാധിക്കുക. അതിനായി നിങ്ങൾക്കിത് തീരുമാനം, അതായത് 4 ഇയർ വിദ്യാർത്ഥികൾക്ക് അനുവദിച്ചിട്ടുള്ള അതേ തീരുമാനം ഞങ്ങൾക്കും വേണമെന്നാവശ്യപ്പെട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് ഉൾപ്പെടെയുള്ള മെമ്മോറാൻഡങ്ങളും നിവേദനങ്ങളും നിങ്ങൾക്ക് കോളായിട്ടും ഇമെയിലായിട്ടും ഒക്കെ നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അടുത്താണെങ്കിൽ അവിടെ യൂണിവേഴ്സിറ്റി പോയിട്ട് പരീക്ഷാ ഭവൻ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുമായി നേരിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കും. നിങ്ങൾക്ക് എന്താണ്, 5ാം സെമസ്റ്റർ പരീക്ഷയിൽ സപ്ലി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വർഷം ഡിഗ്രി പൂർത്തിയാക്കാൻ പറ്റില്ല. നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പം മാത്രമാണ് എഴുതാൻ സാധിക്കുക. നിങ്ങളുടെ ഒരു വർഷം നഷ്ടമാകുന്നൊരു കേസ് കെട്ടാണ്
കേസ് കെട്ടാണെന്ന് തന്നെ പറയാം. ഒരു വർഷം നഷ്ടമാകുന്നൊരു കേസ് കെട്ടാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങളെ ഇത് നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂണിവേഴ്സിറ്റിയെ നിങ്ങളുടെ പ്രശ്നം ബോധിപ്പിക്കുക. കൂടുതൽ വിദ്യാർത്ഥികൾ ഒരാവശ്യത്തെ അനുകൂലിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോഴും പറയാണ്, ഐക്യമത്യം മഹാബലം എന്ന് പറഞ്ഞ പോലെ കൂടുതൽ വിദ്യാർത്ഥികൾ ഒരാവശ്യത്തെ പിന്തുണച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്ക് അത് ചെയ്തു കൊടുക്കാതിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ നിലവിലെ സ്ഥിതി പ്രകാരം സപ്ലിമെന്ററി എക്സാം നേരത്തെ നടത്താനുള്ള യാതൊരു തീരുമാനവും നിലവിലില്ല. എന്നാൽ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുകൾ വരുവാണെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് അത് സമയങ്ങൾ അറിയിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ മൈ നെയിം ഈസ് ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.